നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി മോൾഡിൻ്റെ ആവശ്യമൊന്നും ഇല്ല. മോൾഡ് നമുക്ക് പാറപ്പടിയിലോ മണലിലോ അല്ലെങ്കിൽ മണ്ണിലോ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണും കണക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വീഡിയോ കാണും കണക്ക് തന്നെ മണ്ണ് സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ മണ്ണും മണലോ പാറപ്പൊടിയോ എടുക്കുന്നവർ ചെറിയൊരു നനവ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെ പിടിച്ചു വെച്ചാലും ഇരിക്കില്ല. അപ്പോൾ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു റീപ്പറോ അല്ലെങ്കിൽ പട്ടിയലോ കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിന് ഒന്ന് ഒതുക്കിയെടുക്കണം. നമ്മൾ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഏകദേശം മോൾഡ് ഇതേ കണക്കിരിക്കും. അപ്പോൾ ഇതേ കണക്ക് തന്നെ മണ്ണ് അല്ലെങ്കിൽ മണൽ പാറപ്പൊടി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് നമുക്ക് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത ചാന്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചാന്ത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ മസാല എന്നും പറയും. അപ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെ ചാന്ത്. അപ്പം അത് ഏകദേശം സിമൻറ്റ് ഒന്നും മണലൊന്നും എന്ന അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതൊരു മീഡിയം ലൂസിന് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോൾഡിൻ്റെ മുകൾ ഭാഗത്തൂടെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ എല്ലാ സൈഡും കവർ ചെയ്യണം. ഇപ്പോൾ കരണ്ടി കൊണ്ട് മൊത്തം സൈഡ് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും നമുക്കൊരു ടെയിലിൻ്റെ പീസൊക്കെ അപ്പോൾ നല്ല ലെവൽ കാണും ഏതെങ്കിലും ഒരു സൈഡ്. അപ്പം അതല്ലെങ്കിൽ ഒരു റീപ്പറോ പട്ടിയലോ കൊണ്ട് അതിനൊന്ന് ആ ഒരു ചരിവനുസരിച്ച് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാം എല്ലാ സൈഡും. അപ്പോൾ ഏകദേശം എല്ലാ സൈഡും ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഏകദേശം ഇതേ കണക്കിരിക്കും. ഇനി നമുക്ക് ആ 2 സൈഡ്, ചെറിയ സൈഡ് അപ്പുറം ഇപ്പുറം വരുന്ന സൈഡിൽ ആ തടിയുടെ ഒരു ആകൃതിയിൽ ഒരു റൗണ്ടിനും തടി പിടിച്ച് കീറിയിരിക്കുന്ന അതേ ഒരു രീതിക്കൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെ യഥത്തിന് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പം സിമൻ്റാണ്, ഒരു മീഡിയം കട്ടി കലക്കിയിട്ട്. എന്നിട്ട് നമുക്കത് ഒരു ഇച്ചിരി കനം വരത്തക്ക രീതിയിൽ തന്നെ ഏകദേശം ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കനം വരത്തക്ക രീതിയിൽ നമ്മുടെ ഇതിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കേണ്ട, മൊത്തം ഒട്ടിച്ചെടുത്താൽ മതി. ടോട്ടെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു സ്പൂണിൻ്റെ മൂട് ഭാഗം കൊണ്ട് അത് മൊത്തം തടിയുടെ ഒരു ആകൃതിയിൽ മൊത്തം ഒന്ന് വരച്ച് കൊടുക്കുക. വേറെ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏകദേശം വരച്ച് തീരുമ്പോൾ ഇതേ കണക്കിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മേൽഭാഗം കൂടെ ആ ഗ്രൗട്ട് തന്നെ സിമൻറ്റ് മാത്രമാണ്. അപ്പോൾ അത് ഒരു മീഡിയം കട്ടിക്ക് കലക്കി അവിടെയും കൂടെ മൊത്തം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് റീപ്പർ കൊണ്ട് ഒന്ന് ഒതുക്കി എടുക്കുക. ഒരു വൃത്തിക്ക് എല്ലാം ഒന്ന് നല്ലോണം ഒതുക്കിയെടുക്കുക. ഇനി നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ ഇട്ടേക്കാം. അപ്പം ഇത് നേരെ അടി സൈഡ് വരുന്നതാണ് ചെടിച്ചട്ടിയുടെ. അപ്പം ചെടിച്ചട്ടിയിലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടി അവിടെ ഒരു കറക്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും കരണ്ടിക്ക് തടിയുടെ ഷേപ്പിൽ തന്നെ വരച്ചിട്ടുണ്ട്. മേലെ ഹോളും എല്ലാം ഇട്ടതിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം നല്ലവണ്ണം നനച്ച് കൊടുക്കുക. നനച്ചിട്ട് ഒരു ദിവസമെങ്കിലും നല്ലവണ്ണം ഒന്ന് വെയിലത്തും കൂടെ വെച്ച് ഉണക്കിയെടുക്കുക. 3 ദിവസം ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം നനച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തുള്ള മണലൊക്കെ
കോരി മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിക്ക് കലക്കിയ സിമൻ്റാണ്. വെള്ളം കുറച്ച് മതി. അത് ഏകദേശം ഒരു മീഡിയം കട്ടി കലക്കിയിട്ട് നമ്മുടെ വീഡിയോ കാണും കണക്ക് തന്നെ. ഇനി നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം കുമിളാണ്, കൂൺ. അപ്പം അതിൻ്റെ ഒരു ഷേപ്പിൽ നല്ലവണ്ണം കൈകൊണ്ട് തന്നെ ഏകദേശം ഒന്ന് ആ ഒരു ആകൃതിയിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ലൂസാവാതിരുന്നാൽ മാത്രം മതി. അപ്പം അത് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് കരണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുനയുള്ള എന്തെങ്കിലും ഒരു കത്തിയോ കൊണ്ട് നല്ലവണ്ണം ഒന്ന് അത് തേച്ച് ഒന്ന് ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം പിന്നെ ഇനി എടുത്ത് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടാണ്. അപ്പം വണ്ടൊക്കെ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കണ്ടുപോകണം. ആ ഒരു വണ്ടിൻ്റെ ആകൃതിയിൽ ഒരു ചെറിയ ഒരു റൗണ്ടിന് ഉരുട്ടി അതവിടെ പതിപ്പിച്ചിട്ട് നമുക്ക് ആ കത്തി കൊണ്ട് തന്നെ മുകൾ സൈഡിൽ ഒരു മാർക്ക് ചെയ്ത് അടിയിലും കൂടെ തിരിച്ചും കൂടെ ഒരു മാർക്ക് ചെയ്യാം. അപ്പോൾ വണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം കൊടുക്കുക. അപ്പം പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ കാണാൻ നല്ല ലുക്കായിരിക്കും. അപ്പോൾ നമുക്ക് ആ കൂണിൻ്റെ മുകൾ സൈഡിലും ആ തടിയിലൊക്കെ അവിടെ എവിടെയൊക്കെ വണ്ടും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഒരു ഇൻഡോർ പോട്ടാറ്റൊക്കെ വയ്ക്കാൻ നല്ല ലുക്കായിരിക്കും. പിന്നെ എടുത്തിരിക്കുന്ന പെയിൻ്റ് എല്ലാം ആക്രിലിക്കിൻ്റെ പെയിൻറ്റും പിന്നെ സാധാരണ ചുവരിലൊക്കെ അടിക്കുന്ന ഒരു വൈറ്റ് പെയിൻറ്റും കൂടെയാണ്. അപ്പം ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ആദ്യം എടുത്തേക്കുന്നത് ഒരു കാപ്പിപ്പൊടി കളറിലുള്ള പെയിൻ്റാണ്, ഒരു ബ്രൗൺ കളറിൽ. അത് ഒരു കോട്ട് അടിച്ചതിന് ശേഷം പിന്നെ റെഡും മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് തടിയുടെ ഒരു കളറിൽ എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് കുമിളിൽ അടിക്കാനുള്ളതെന്ന് പറയുമ്പോൾ വൈറ്റാണ്. കുമിളിലും വൈറ്റ് പെയിൻ്റ് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആ വണ്ടിൻ്റെ പുറത്തും ആ തലഭാഗത്തൊക്കെ ബ്ലാക്ക് അടിച്ച് പുറത്തൊക്കെ റെഡ് പെയിൻ്റ് അടിച്ചു കൊടുക്കും. കൂണിൽ മാത്രം അടിക്കാൻ ചുമർ പെയിൻ്റാണ് എടുത്തത്. ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് എൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് വൈറ്റ് പെയിൻ്റാണ് ഞാൻ കൂണിലൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അതൊരു 1-2 കോട്ട് അടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള സൈഡിലൊക്കെ റെഡും മഞ്ഞയും കൂടെ മിക്സ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് അടിച്ച് കവർ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം വണ്ടാണ് വരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ വണ്ട് പുറത്തൊക്കെ റെഡും കൊടുക്കുക, തലഭാഗത്ത് ബ്ലാക്കും കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ വീണ്ടും ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.